നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സമവായത്തിന് ചൈന. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിയതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട ചൈന. ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സംയമനം പാലിക്കണം. വിഷയത്തിലെ ചൈനയുടെ ഇടപെടൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചതിന് പിന്നാലെ ഇന്ത്യ നടത്തിയത് ന്യായീകരണമില്ലാത്ത കടന്നുകയറ്റമെന്ന് പാകിസ്ഥാൻ. ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകും. തിരിച്ചടിക്കാൻ പാക് സൈന്യത്തിന് അനുമതി നൽകി ഇമ്രാൻഖാൻ. ഇന്ത്യയുടെ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും പാകിസ്ഥാന്റെ ആരോപണം. പാക് ദേശീയ അസംബ്ലിയുടെ സംയുക്ത സമ്മേളനം നാളെ നടക്കും. അതിനിടെ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെന്ന് അറിയിച്ച് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ. ഒഡീഷയിൽ DRDOയുടെ നേതൃത്വത്തിൽ മിസൈൽ പരീക്ഷണം നടത്തി. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന 2 മിസൈലുകളാണ് പരീക്ഷിച്ചത്. കരസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചതാണ് മിസൈൽ. പരീക്ഷണം വിജയമെന്നും DRDO. പുൽവാമ ഭീകരാക്രമണം നടത്തി 12 ദിവസത്തിനു ശേഷമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ഇന്ത്യ തകർത്തത് ബാലക്കോട്ടയിലെ ജയ്ഷ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ക്യാമ്പെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ. ആക്രമണത്തിൽ ഒരു പാകിസ്ഥാൻ പൗരന് പോലും പരിക്കേറ്റിട്ടില്ല. തിരിച്ചടി നടത്തിയത് അനിവാര്യ ഘട്ടത്തിൽ. ആക്രമണത്തിൽ മുതിർന്ന ജയ്ഷെ മുഹമ്മദ് തലവൻ യൂസഫ് അസറും പരിശീലനം കിട്ടിയ നിരവധി ഭീകരരും കൊല്ലപ്പെട്ടു. ഇന്ത്യ നടത്തിയത് സൈനിക നീക്കം അല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. ഭീകര ക്യാമ്പുകളെക്കുറിച്ച് വിവരം നൽകിയിട്ടും പാകിസ്ഥാൻ നടപടിയെടുത്തിട്ടില്ലെന്നും ഇന്ത്യയുടെ ആരോപണം. രാജ്യം സുരക്ഷിതം. ഇന്ത്യൻ വ്യോമാക്രമണത്തിന് ശേഷം ആദ്യ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം സുരക്ഷിത കരങ്ങളിലെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ ആരുടെ മുന്നിൽ തലകുനിക്കില്ല. രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. കേന്ദ്ര സർക്കാർ രാഷ്ട്രത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ആക്രമണത്തിലെ വിജയം ആഘോഷിക്കണം. സൈനികരുടെ കാര്യത്തിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ വികാരം തനിക്ക് മനസ്സിലാകുമെന്നും മോദി. മിന്നലാക്രമണത്തിൽ പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണം രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ. അലസിപ്പോയ സർവകക്ഷി. കാസർകോട്ടെ ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന സർക്കാരിന്റെ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച കോൺഗ്രസ്. യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോയത് കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച്. പിണറായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലത്തോളം കേരളത്തിലെ പോലീസ് സംവിധാനം നിഷ്പക്ഷ അന്വേഷണം നടത്തില്ലെന്ന് ആരോപണം. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച UDF നേതാക്കൾ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഇറങ്ങിപ്പോയെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. ജില്ലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാ പാർട്ടികളോടും ആവശ്യപ്പെട്ടെന്നും മന്ത്രി. യോഗം ബഹിഷ്കരിച്ച കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് BJPയും. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ 48 മണിക്കൂർ സമരം ഉദ്ഘാടനം ചെയ്ത് VM സുധീരൻ. അയോധ്യയിൽ മധ്യസ്ഥതയ്ക്ക്. അയോധ്യ ഭൂമിതർക്ക കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥതയ്ക്ക് വിടുന്നത് സംബന്ധിച്ച് മാർച്ച് 5-ന് ഉത്തരവിറക്കും എന്ന് സുപ്രീം കോടതി. കേസിനെ കേവലം വസ്തുതർക്കമായി കാണാനാവില്ല. ഇരു കക്ഷികളും തമ്മിൽ ഉണ്ടാക്കിയ മുറിവ് ഉണക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ജസ്റ്റിസ് ബോബ്ഡെ. എന്നാൽ മധ്യസ്ഥ ശ്രമം നേരത്തെ നടത്തി പരാജയപ്പെട്ടതാണെന്നും രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ. അതേസമയം മധ്യസ്ഥതാ നീക്കം എന്ന കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്ത് സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ രാജീവ് ധവാൻ. വിശാല താൽപര്യങ്ങൾക്ക് വഴങ്ങി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രതികരണം. മധ്യസ്ഥ ശ്രമത്തിലൂടെയുള്ള പ്രശ്നപരിഹാരത്തിന് 1% സാധ്യത മാത്രമേയുള്ളൂവെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെന്ന് കേസ് പരിഗണിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ച്. മധ്യസ്ഥ ശ്രമങ്ങൾ രഹസ്യ സ്വഭാവത്തിലുള്ളവയായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും മാധ്യമങ്ങളോട് ചർച്ച ചെയ്യരുതെന്നും കോടതി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൾ നസീബ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന 2.72 ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാഡെ, രാംലല്ല എന്നിവർക്ക് 3ആയി പകുത്തു നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. സർക്കാരിന് തിരിച്ചടി. ദേശീയ പണിമുടക്കിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധി അനുവദിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. നീക്കം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സമരം നടത്തുന്നവരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കോടതിയുടെ വിമർശനം. കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്ക് ദിവസം അവധി അനുവദിച്ച് ഉത്തരവിറക്കിയത് ദിവസങ്ങൾക്ക് മുൻപ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.